നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകളെ പറ്റിയും കുരിശ് മരണത്തെ പറ്റിയും ഒക്കെ ഓർത്ത് നമ്മൾ വല്ലാതെ സങ്കടപ്പെടാറുണ്ട്. എന്നാൽ ഒരു സ്തോത്രത്തിൻ്റെ ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. യൂദ തിരിഞ്ഞു, അതുപോലെ പത്രോസ് കർത്താവിനെ കൂടെ നടന്നിട്ട് കർത്താവിൻ്റെ കൂടെ മരിക്കുവാൻ വരെ ഒരുക്കമായിരുന്നു. പിതാവിൻ്റെ മൗനം എന്നുള്ളതിനെ വേദപഠിതാക്കൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്രൂരമായ മൗനം അല്ലെങ്കിൽ അഗ്രസീവ് സൈലൻസ് എന്നാണ്. കർത്താവ് പൂർണ്ണമായിട്ട് പിതാവായ ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു വിടുന്നതായിട്ടാണ് നാം കാണുന്നത്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ആരാധനാ ജീവിതത്തിൽ തീവ്രമായ വികാരങ്ങളോടെ നാം കാണുന്ന ഒരു ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അനുഭവിച്ച പങ്കപ്പാടുകളെ പറ്റിയും കുരിശ് മരണത്തെ പറ്റിയും ഒക്കെ ഓർത്ത് നമ്മൾ വല്ലാതെ സങ്കടപ്പെടാറുണ്ട്. വളരെ വിഷമത്തോടുകൂടെ ആ ദിവസം കഴിച്ചു കൂട്ടാറുണ്ട്. എന്നാൽ ഒരു സ്തോത്രത്തിൻ്റെ ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. നന്ദി കരേറ്റലിൻ്റെ അവസരമാണ്. കർത്താവിൻ്റെ ജീവിത മാതൃകകൾ പിന്തുടരുന്നതിനുള്ള ഒരു വലിയ ആഹ്വാനമാണ് ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകിത്തരുന്നത്. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 പത്രോസ് 2-ാം അധ്യായം 21-ാം വാക്യമാണ്. നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശീകരണവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ ജീവിത മാതൃകകളൊക്കെ നമ്മളെ അതിശയിപ്പിക്കുന്നതാണ്. കർത്താവ് ജീവിതത്തിലുള്ള പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ഒക്കെ അഭിമുഖീകരിച്ചത്, കൺഫ്രണ്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് വളരെ അതിശയത്തോടുകൂടെ മാത്രമേ കാണുവാൻ സാധിക്കുകയുള്ളൂ. കർത്താവ് ശിഷ്യന്മാരുമായി യെരുശലേമിലേക്ക് പോകുന്നതിന് കർത്താവ് തന്നെയാണ് മുൻകൈ എടുത്തത്. പിന്നീട് അഭിമുഖീകരിച്ച എല്ലാ പ്രശ്നങ്ങളെയും ത്യാഗപൂർവമായ സ്നേഹത്തിലൂടെയും പിതാവിൻ്റെ ഇഷ്ടത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടുകൊണ്ടുമാണ്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം മുഴുവൻ ഓർത്തു നോക്കിയാൽ സഹനത്തിൻ്റെ പാതയിലാണ്. 33 വർഷം ജീവിച്ചു എന്ന് പറയുമ്പോൾ 33 വർഷം അതിലധികം സഹനത്തിൻ്റെ പാതയിൽ കൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. നമ്മുടെ കർത്താവിൻ്റെ ജീവിതം മുഴുവൻ ഞാൻ പറഞ്ഞല്ലോ സഹനത്തിൻ്റെ പാതയിലായിരുന്നു. കർത്താവിൻ്റെ മാനസിക വ്യഥയുടെ കാഠിന്യമോ കുരിശിൻ്റെ ഗൗരവമോ ഒന്നും കൂടെ നടന്ന ശിഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. യൂദ തിരിഞ്ഞു, അതുപോലെ പത്രോസ് കർത്താവിനെ കൂടെ നടന്നിട്ട് കർത്താവിൻ്റെ കൂടെ മരിക്കുവാൻ വരെ ഒരുക്കമായിരുന്നു. എന്നിട്ടും പത്രോസ് കർത്താവിനെ തള്ളിപ്പറയുന്നതായിട്ടാണ് നാം കാണുന്നത്. അതുപോലെ കർത്താവിനെ ശാരീരികമായിട്ടുള്ള ദണ്ഡനങ്ങൾക്കും ക്രൂശീകരണത്തിനും ഏൽപ്പിച്ച നിയമപാലകരുടെ നിലപാടുകൾ വളരെ ഹീനമായിരുന്നു. എല്ലായിടത്തു നിന്നും അവഗണനയാണ് കർത്താവിനെ ലഭിച്ചത്. പിന്നീട് പിതാവായ ദൈവത്തിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് മനുഷ്യ മനസ്സിന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ്. പിതാവിൻ്റെ മൗനം എന്നുള്ളതിനെ വേദപഠിതാക്കൾ വിശേഷിപ്പിച്ചിരിക്കുന്നത് ക്രൂരമായ മൗനം അല്ലെങ്കിൽ അഗ്രസീവ് സൈലൻസ് എന്നാണ്. യെശയ്യാവ് 53 പറയുന്നു, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി എന്ന്. മകൻ വേദന അനുഭവിക്കുന്നത്
പിതാവ് എങ്ങനെയാണ് കണ്ടു നിന്നത്? എന്തിനാണ് അത് അനുവദിച്ചത്? വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ അതിൻ്റെ ഉത്തരമുണ്ട്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പിതാവ് തൻ്റെ മകനെ സഹനത്തിൻ്റെ മൂശയിൽ ഇട്ടാണ് വാർത്തെടുത്തത്. ക്രൂശീകരണത്തിന് വേണ്ടിയാണ് ദൈവം തൻ്റെ പുത്രനെ സജ്ജമാക്കിയത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളിലും കർത്താവ് പങ്കുകാരനായി കൂടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ ഭവനത്തിൽ വിധവമാർക്കായി ഒരു കൂട്ടായ്മ നടത്തുന്നുണ്ട്, സഹയാത്രയുടെ ആപ്തവാക്യം, കൂട്ടുകാരി നീ തനിയെയല്ല, ഞാനുണ്ട് കൂടെ എന്നാണ്. എന്നാൽ ദൈവത്തോടുകൂടെ ഭാവിയെ അഭിമുഖീകരിക്കുന്നതിന് അന്യോന്യം പ്രാപ്തിപ്പെടുത്തുക എന്നുള്ള ചിന്തയിലാണ് ഇത് തുടങ്ങിയത്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതികൂലങ്ങൾ, വിഷാദപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ പ്രിയപ്പെട്ടവരുടെ മരണം, സാമ്പത്തികമായിട്ടുള്ള ക്ലേശങ്ങൾ, നാണക്കേടുകൾ, അതുപോലെ പലതരമായിട്ടുള്ള പ്രയാസങ്ങൾ കൂടെയൊക്കെ പോകുന്ന കൊച്ചു വിധവമാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ കർത്താവ് പങ്കുകാരനായി നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിലെല്ലാം കൂടെയുണ്ടെന്ന് കൊടുക്കുന്ന ആ ഉറപ്പ്, അതിൻ്റെ വ്യക്തത അവരുടെ ആയുസ് മുഴുവൻ സൂക്ഷിക്കാവുന്ന ഒരു സമ്പാദ്യമാണ്. നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞിനെ കുത്തിവയ്പ്പെടുക്കാൻ നേഴ്സിൻ്റെ മുൻപിൽ കൊണ്ടുപോകുമ്പോൾ ആ കൊച്ചു കുഞ്ഞിനേക്കാൾ വേദന അതിനെ കയ്യിലേന്തിയിരിക്കുന്ന പിതാവിനാണെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. നമ്മുടെ എല്ലാ സങ്കടങ്ങളും വഹിക്കുന്നവനാണ് കർത്താവ് എന്നാണ് ഈ ദുഃഖവെള്ളിയാഴ്ച കർത്താവ് നമ്മളോട് പറയുന്നത്. എബ്രായർ 2-ാം അധ്യായം 18-ാം വാക്യം അതിനെ ശക്തീകരിക്കുന്നതാണ്. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടം അനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. രണ്ടാമത്തെ മാതൃക എന്ന് പറയുന്ന കമ്പാഷൻ. കർത്താവിൻ്റെ ജീവിതം മുഴുവൻ ആർദ്രത നിറഞ്ഞതായിരുന്നു. വളരെ പ്രയാസകരമായ അനുഭവത്തിൽ കൂടെ ക്രൂശിനെ വഹിക്കാൻ പോകുമ്പോഴും കർത്താവ് മറ്റുള്ളവരെ സ്നേഹിച്ചതും കരുതിയതുമെല്ലാം ആർദ്രതയോടെയാണ്. ശത്രു സൈന്യം തന്നെ ചുറ്റി വളയുമ്പോൾ കാതറുക്കപ്പെട്ട ദാസനെ കർത്താവ് സൗഖ്യമാക്കുന്നു. കള്ളൻ്റെ സങ്കടം കണ്ട് അവന് പർദീസ വാഗ്ദത്തം ചെയ്യുന്നു. മനുഷ്യരോടുള്ള അതിരില്ലാത്ത സ്നേഹവും കരുണയുമാണ് ഓരോ കാര്യങ്ങളിലും നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ബർത്തിമായിയെ പറ്റി ചിന്തിച്ചല്ലോ. ബർത്തിമായി എന്ന കുരുടൻ്റെ നിലവിളി കർത്താവിന് ദൈവവിളിയായിരുന്നു. അവൻ്റെ നിരാശാജനകമായിട്ടുള്ള ആഗ്രഹത്തെ കർത്താവ് മറികടന്നു പോകുന്നില്ല. അവനെ സൗഖ്യമാക്കുന്ന കർത്താവിൻ്റെ സ്നേഹമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ കരുതലിൽ എപ്പോഴും ഒരു നീതിബോധമുണ്ട്. പാർശ്വങ്ങളിലുള്ളവരെയും അതുപോലെ മുഖ്യധാരയിലുള്ളവരെയെല്ലാം കർത്താവ് അവരുടെ ആവശ്യങ്ങളെല്ലാം ഒരുപോലെയാണ് കണ്ടിരുന്നത്. ഒരു വേദശാസ്ത്രജ്ഞൻ കുസൂക്കി കൊയാമയുടെ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ പേര് 3 Mile an Hour God എന്നാണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മളെപ്പോലെയല്ല സാവധാനം പെതുക്കെ യാത്ര ചെയ്യുന്നത് ദൈവത്തിന് വേണ്ടുവോളം സമയമുണ്ട്. നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസങ്ങളൊക്കെ കണ്ട് നിന്ന് തൊട്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്നവനായ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ആശ്വാസകരമാണ്. അതുപോലെ കർത്താവിൻ്റെ സൗഖ്യദായക ശുശ്രൂഷയിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കണ്ട് നിന്ന് കൈനീട്ടി തൊട്ട് സൗഖ്യമാക്കുന്ന കർത്താവിനെയാണ്. അതുപോലെ ക്രൂശിങ്കലായിരിക്കുമ്പോഴും തന്നെ വളർത്തിയ അമ്മ വിഷാദയായി
കുരിശിനരിയെ നിൽക്കുന്നതും യെരുശലേം പുത്രിമാർ കരയുന്നതും അതുപോലെ കള്ളൻ തൻ്റെ സങ്കടത്തിൽ കരയുന്നതുമെല്ലാം കർത്താവ് നൊമ്പരത്തോടെ കണ്ട് ആർദ്രതയോടെ അതിലൊക്കെ ഇടപെടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് സാധിക്കും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ ചിന്തിച്ചത് കൺഫ്രണ്ടേഷൻ, കമ്പാഷൻ, ഒന്നുകൂടെ കമ്മിറ്റ്മെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഞാൻ കഴിഞ്ഞ ദിവസം ഡിക്ഷണറിയിൽ നോക്കിയപ്പോൾ കണ്ടത് പ്രതിജ്ഞാബദ്ധത, വേറൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുക എന്നൊക്കെയാണ്. കർത്താവ് പൂർണ്ണമായിട്ട് പിതാവായ ദൈവത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ആദി മനുഷ്യനായ ആദാം ഏദൻ തോട്ടത്തിൽ അനുസരണക്കേടിൻ്റെ ആൾരൂപമായി തീർന്നെങ്കിൽ കർത്താവായ യേശു ഗത്സമന തോട്ടത്തിൽ പൂർണ്ണ വിധേയത്വത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മാതൃകയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദൈവ ഇഷ്ടം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വെല്ലുവിളിയാണ്. വെല്ലുവിളിയോട് ചേർന്ന് ഒരു ഉത്തരവാദിത്തമുണ്ട്. ദൈവ ഇഷ്ടം തൻ്റെ ഇഷ്ടമായപ്പോൾ പിതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ക്രൂശിനെ സ്വീകരിക്കുന്നതിനും ഒരിക്കലും ആരും ചിന്തിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ആ വലിയ ദൗത്യം നിറവേറ്റുന്നതിനും കർത്താവിന് കഴിഞ്ഞു. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, നിവൃത്തിയായി. ദൈവമേ, നീ എന്നെ ഏൽപ്പിച്ച ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു എന്നുള്ള സംതൃപ്തിയോടെയാണ് കർത്താവ് മഹത്വത്തിലേക്ക് പ്രവേശിച്ചത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ ദൗത്യവും, നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഓരോ കാര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം ഉറങ്ങുന്നതിന് മുമ്പ് ദൈവമേ, നീ എന്നെ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കി എന്നുള്ള സംതൃപ്തി നമുക്കുണ്ടാകാറുണ്ടോ? നമ്മൾ പുതിയ നിയമം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലുസിന് ആ വലിയൊരു തൃപ്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തീമോഥെയോസിനെ എഴുതിയത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എത്ര ദൃഢതയോടെയുള്ള ഒരു നിശ്ചയമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് കുരിശ് എന്ന് പറയുന്നത് ദൈവസ്നേഹവും മനുഷ്യൻ്റെ പകയും ഒന്നിച്ച് സമ്മേളിച്ച ഒരു ഇടമാണ്. എന്നാൽ ദൈവസ്നേഹം എവിടെ വരെ പോകും എന്ന കുരിശ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാ ദുഷ്ടശക്തികളെയും തോൽപ്പിച്ച് കുരിശ് വിജയത്തിൻ്റെ ചിഹ്നമായി നമ്മുടെ മുൻപിൽ നിൽക്കുന്നു. നമുക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷവും ആശ്വാസവും. താങ്ക് യു.